കഴിഞ്ഞ ഒക്ടോബറിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ഇടവക്കാരൻ പയ്യൻ ഗോഡ്വിൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ആ സമയത്ത് ഞാനൊരു യാത്രയിലായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ അവൻ്റെ വീട്ടിലെത്തുന്നത്. വരുമ്പോൾ എൻ്റെ കയ്യിൽ ആശ്വസിപ്പിക്കാൻ ഒരു വാക്കുപോലും ഉണ്ടായിരുന്നില്ല. അമ്മയാണ് സംസാരിച്ചു തുടങ്ങിയത്. അമ്മ പറഞ്ഞു, വച്ചാൽ അവന് വീട്ടിലാരെങ്കിലുമൊക്കെ ഇട്ട് വഴക്കിട്ട് കഴിഞ്ഞ് പിന്നെ അവൻ ഒരു കത്ത് എഴുതി കൊണ്ടുവരും. മാപ്പ് പറഞ്ഞിട്ടുള്ള കത്താണ്. ഇപ്പം ഞാൻ അടുക്കളയിൽ നിങ്ങൾ ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ വരും. എന്നിട്ട് ഞാൻ കാണുന്ന രീതിയിൽ അവൻ ലെറ്റർ വയ്ക്കും. ഇപ്പം ഞാൻ കാണാത്ത രീതിയിൽ മാറും. അപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് ലെറ്റർ വെച്ചിട്ടും പോയി കളയും. തുറന്നു വായിക്കുമ്പോൾ സോറി പറഞ്ഞിട്ട് അവൻ എഴുതിയേക്കുന്ന കത്തുകളാണ്. അത് എനിക്കും എഴുതിയിട്ടുണ്ട്, അപ്പനും കൊടുത്തിട്ടുണ്ട്, അവൻ്റെ ചേച്ചിക്കൊക്കെ അവൻ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവൻ എഴുതിയ കുറച്ച് കത്തുകൾ എൻ്റെ കൈ കൊണ്ടുവന്ന് തന്നു. നമുക്കറിയാത്തത് വായിക്കാൻ പറ്റില്ല. അപ്പം അമ്മ പറഞ്ഞു, അച്ഛൻ മലയാളത്തിൽ മുഴുവൻ അക്ഷരത്തെറ്റാണ്, വലുതായി കഴിയുമ്പോൾ അവനെ കളിയാക്കാമെന്ന് ഓർത്തിട്ട് എടുത്തു വെച്ച കത്തുകളാണ് അച്ഛാ. അവൻ്റെ അപ്പൻ അവൻ ഒരു ബെഡ്റൂമിലാണ് കിടക്കുന്നത്. അവൻ കിടക്കുന്ന കട്ടിലിനോട് ചേർന്നുള്ള മതിലിൽ അവൻ പടം വരക്കാറുണ്ട്. അവൻ അവസാനമായിട്ട് വരച്ച പടം പ്രത്യാശയോടെ നിൽക്കുന്ന ഒരു കുട്ടിയുടെ പടമാണ്. അവനെൻ്റെ ഓൾട്ടർ ബോയ് ആയിരുന്നു. പള്ളിയോട് ചേർന്ന് നിൽക്കുന്നൊരു ഫാമിലിയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ചോദ്യമുള്ളത്, എന്തുകൊണ്ട് ഈശോ അവനെ നേരത്തെ വിളിച്ചുകൊണ്ട് പോയി? ഉത്തരവുണ്ട്. ഈശോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നൊരു വീട് ലാസർ, മാർത്ത, മറിയം. അപ്പം ലാസറിന് രോഗം വന്നപ്പോൾ സഹോദരിമാരെ ഈശോയുടെ അടുത്തേക്ക് ആളെ പറഞ്ഞു വിടാണ്. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവെ, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ഈശോ പറയുന്ന മറുപടി, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ദൈവമഹത്വം പ്രകടമാക്കാനാണ്. കുറേയേറെ സങ്കടങ്ങൾ ലൈഫിൽ കയറി വരുന്നുണ്ടോ? ഓർത്തോ, ഈശോ നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. മാത്രമല്ല, അവനവിടെ മാറി നിന്ന് കരയുന്നുമുണ്ട്.